യേശുവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും ദൈവത്തിന് മുഖത്തും നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം തന്ന അവസരത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെ നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്ക്, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഓരോ ദിവസവും അതിശയകരമായി അത്ഭുതകരമായിട്ട് സംഭവബഹുലമായിരിക്കുന്ന ഈ ലോകത്തെ നമ്മെ നടത്തുന്ന എല്ലാ ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾക്കായി, ദൈവത്തിന്റെ കരുതലുകൾക്കായിട്ട് വീണ്ടും നമ്മെ തന്നെ പൂർണ്ണമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. പ്രിയ ദൈവമക്കളെയും, ജീവിതത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ വെല്ലുവിളികൾ കടന്നു വരുമ്പോൾ അതിന്റെ നടുവിൽ നാം ഉറച്ച് നിൽക്കുക. സ്തോത്രം. അത് ചില സത്യങ്ങൾ നമ്മെ ദൈവം വെളിപ്പെടുത്തി തന്ന ആ സത്യത്തിനകത്തേക്ക് ദൈവം നമ്മെ വലിച്ച് ഇറക്കുമ്പോൾ ആ സത്യത്തിന് വില കൊടുത്തുകൊണ്ട് വെല്ലുവിളിയുടെ മുമ്പാകെ നിൽക്കുവാനായിട്ട് ഇടയെത്തീർണം, ഉറച്ച് നിൽക്കുവാനായിട്ട് ഇടയെത്തീർണം. അവിടെയാ ദൈവപ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുന്നത്. സ്തോത്രം. ഈ പകൽക്കാലം ചിലപ്പോൾ ചില വെല്ലുവിളിയുടെ മുമ്പാകെ ആയിരിക്കും നിങ്ങൾ നിൽക്കുന്നത്. സ്തോത്രം. നിങ്ങൾ കർത്താവിനെ അറിഞ്ഞത് മുഖാന്തരമായി, കർത്താവിനെ ആരാധിക്കുന്നത് മുഖാന്തരമായിട്ട്, ഹല്ലേലൂയ, നിങ്ങൾ ആയിരിക്കുന്ന ദേശങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്നൊക്കെ ചില വെല്ലുവിളികൾ ഉയരുന്നുണ്ടായിരിക്കാം. നിന്റെ ഭാവി എന്തായിത്തീരും, നിന്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരും, നീ ഇങ്ങനെയൊക്കെ ഇറങ്ങിത്തിരിച്ച എന്നുള്ള ചോദ്യചിഹ്നങ്ങൾ നിന്റെ മുമ്പിൽ കാണുമായിരിക്കാം. പക്ഷെ ഈ പകൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാകുന്നു. സ്തോത്രം. വെല്ലുവിളി കണ്ട് നീ പതറിപ്പോകാതെ, വെല്ലുവിളി കണ്ട് നീ തിരിച്ചു മടങ്ങിപ്പോകാതെ, നീ കർത്താവിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നുവെക്ക് നിന്റെ ദൈവം ആരാണെന്ന്, നിന്നെ വിളിച്ചിറക്കിയത് ആരെന്ന് സ്വർഗത്തിലെ ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീരും. കൽദയപട്ടണമായി ഊരി നിന്ന അബ്രഹാമിനെ വിളിച്ചിറക്കി ദൈവം കൊണ്ടുവരുമ്പോൾ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും വിഗ്രഹങ്ങളെ സേവിക്കുകയും ചെയ്യുന്നവരുടെ നടുവിൽ നിന്ന് ദൈവത്തെ ആരാധിക്കേണ്ടതിനൊരു സെപ്പറേഷൻ ഉണ്ടാക്കേണ്ടതിനായിട്ട് അബ്രഹാമിനെ വിളിച്ചിറക്കിക്കൊണ്ട് വരുമ്പോൾ അബ്രഹാമിന് വേണ്ടതൊക്കെയും സ്വർഗത്തിലെ ദൈവം കരുതിയിരുന്നു. അങ്ങനെയൊക്കെ പ്രിയ ദൈവ പൈതലെ, നീ ആയിരിക്കുന്ന ചില പാരമ്പര്യത്തിന്റെ അനുഭവത്തിൽ നിന്ന്, നീ ആയിരിക്കുന്ന ചില അന്ധകാര മണ്ഡലത്തിൽ നിന്ന്, രോഗത്തിന്റെ നടുവിൽ നിന്നൊക്കെ കർത്താവ് നിന്നെ വിളിച്ചു പുറത്തുകൊണ്ട് വരുന്നത്. സ്തോത്ര. നിനക്ക് വേണ്ടതൊക്കെ കരുതി വച്ചിട്ടാണ്. സ്തോത്ര. ആ കരുതലുകൾ തക്ക സമയത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയത്തില്ല. ആര് പ്രതിസന്ധി അല്ലെങ്കിൽ വെല്ലുവിളിയുടെ മുമ്പാകെ ആര് ഉറച്ചു നിൽക്കുവാൻ തയ്യാറാകുന്നുവോ അവർക്ക് വേണ്ടി ചലിക്കുന്ന ഒരു സ്വർഗമുണ്ട്, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ദൈവസേന ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുക. സ്തോത്ര. വിശ്വാസത്തിന്റെ പരിശോധനകൾ കടന്നു വരുമ്പോൾ ഞാനും നിങ്ങളും സ്തോത്രം തളർന്നു പോകാതെ ഉറപ്പോടെ നിൽക്കുവാനായിട്ട് ഇടയായി തീർണം. സ്തോത്രം. ദാനിയേലിന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 3-ാം അധ്യായം 15-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗത്ത് അവിടെ ഒരു വെല്ലുവിളിയുടെ ശബ്ദം ഉയരുന്നുണ്ട്. നെബൂഖദ്നേസർ രാജാവ് സ്തോത്രം ഹല്ലേലൂയ എബ്രായർ ബാലന്മാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ? ഹല്ലേലൂയ. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു ചോദ്യമാണ് അവിടെ ചോദിക്കുന്നത്. സ്തോത്രം. രാജാവാണ് ചോദിക്കുന്നത്, നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന്. കാരണം രാജാവ് എന്ത് തീർപ്പ് കൽപ്പിക്കുന്നുവോ അതേ ആ രാജ്യത്ത് നടക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ തീർപ്പ് കൽപ്പിക്കുന്നത് രാജാവാകിയ ആ രാജാവിന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ ആർ വിടുവിക്കുമെന്നുള്ള ഒരു ചോദ്യം അവിടെ ഉന്നയിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, എബ്രായർ ബാലന്മാർ തുടർന്നുള്ള ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു, അവർ ദൈവസേനയെ ഉറച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇതുപോലത്തെ ചോദ്യങ്ങൾ ആവർത്തനമായി പല രീതിയിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരാം. പക്ഷേ അവിടെയൊക്കെയും നാം എന്ത് ചെയ്യണം? ആത്മസമർപ്പണത്തോടു കൂടി
കർത്താവുമായുള്ള ആഴമേറിയ ബന്ധത്തിൽ നിന്നുകൊണ്ട് ഞാനും നിങ്ങൾ ഉറച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീർണം. അതിന്റെ 3-ാം അധ്യായം 1 മുതലുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നെബൂഖദ്നേസർ രാജാവ് പൊന്നുകൊണ്ട് ഒരു ബിംബം ഉണ്ടാക്കുന്നുണ്ട്. ബിംബം ഉണ്ടാക്കിയിട്ട് അവർ തന്നെ രാജാവ് തന്നെ പറയുന്ന ഒരു തീർപ്പ് കൽപ്പിക്കുന്നുണ്ട്. ഈ ബിംബത്തെ എല്ലാവരും ആരാധിക്കണം, അല്ലെങ്കിൽ സേവിക്കണം എന്ന് അവിടെ പറയുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. കുഴൻ, കാഹളം, കുഴ, തമ്പുരു, കിണ്ണ, ഇതൊക്കെയും വായിക്കുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്ന എല്ലാ രാജാവ് നിർത്തിയിരിക്കുന്ന സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണം. ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്ന അവന് ആ നാഴികത്തിന് എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. പിന്നത്തേക്കല്ല പറയുന്നത്, ഏത് സമയത്താണോ ഇവര് ദൈവത്തെ ആരാധിക്കാതെ ഇരിക്കുന്നത് ആ ഒരു സമയത്ത് തന്നെ, ആ നാഴികയെ തന്നെ എന്ത് ചെയ്യുന്നു, അവരെ തീച്ചുള ഇട്ടുകളയും എന്നുള്ള ഒരു തീർപ്പ് കൽപ്പിക്കുന്ന ഒരു അനുഭവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കൽദയർ വന്ന് യഹൂദന്മാരെ കുറ്റം ചുമത്തുവാനായിട്ട് ഇടയായി തീർന്നു. ഈ യഹൂദന്മാരായിരിക്കുന്ന എബ്രായർ ബാലന്മാരെ എങ്ങനെ നശിപ്പിക്കാമെന്ന പദ്ധതിയിടുന്ന ഒരു കൽദയർ അവർ കാണുവാൻ സാധിക്കുന്നു. അവർ അടുത്തു വന്നിട്ട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ യഹൂദ ബാലന്മാരെ പറ്റി പറയുന്ന ഒരു കാര്യമുണ്ട്. നെബൂഖദ്നേസർ രാജാവെ എന്നോട് ബോധിപ്പിക്കുകയാണ്, രാജാവെ കാഹളം, കുഴൽ ഇതൊക്കെ ഊതുന്ന സമയത്ത് സ്വർണ്ണബിംബത്തെ നമസ്കരിക്കണമെന്ന, ആരെങ്കിലും വീണ് നമസ്കരിക്കാതിരുന്ന അവനെ എരിയുന്ന തീച്ചുള ഇട്ട് കളയുമെന്ന ഒരു തീർപ്പ് കൽപ്പിച്ചല്ലോ. ഇവിടെ രാജാവിനെ വീണ്ടും രാജാവ് തീർപ്പ് കൽപ്പിച്ച കാര്യത്തെ ഉണർത്തിച്ചിട്ട് അതിനെതിരായി പ്രവർത്തിച്ചവരെ പറ്റി പറയുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. എന്നാൽ അവിടെ പറയുന്നു, ബാബേൽ സംസ്ഥാനത്തിലെ കാര്യാദികൾക്ക് മേൽവിചാരമായി നിയമിച്ച സദ്രക്കും മേശക്ക് അബേദ്രകോ എന്ന ചില യഹൂദന്മാരുണ്ടല്ലോ, ഈ പുരുഷന്മാർ രാജാവിന് കൂട്ടാക്കിയില്ല. അവർ തിരുമനസ്സിലെ ദേവന്മാരെ സേവിക്കുകയോ തിരുമനസ്സുകൊണ്ട് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയോ ചെയ്യുന്നില്ല. അപ്പൊ ഈ യഹൂദ ബാലന്മാർ, അല്ലെങ്കിൽ എബ്രായർ ബാലന്മാരുടെ കുറ്റത്തെ ഈ രാജാവ് ആരാധിക്കുന്ന, അല്ലെങ്കിൽ രാജാവ് നിർത്തിയതായ സ്വർണ്ണബിംബത്തെ അവർ കാഹളം ഊതുന്ന സാഹചര്യത്തിൽ വീണ് നമസ്കരിക്കുന്നില്ല എന്നൊരു കുറ്റത്തെ കൽദയർ വന്ന് രാജാവിനോട് പറയുന്ന ഒരു അല്പം കാണാൻ സാധിക്കുന്നു. അവിടെ യഹൂദന്മാരുണ്ടല്ലോ. പ്രിയ ദൈവ പൈതലേ സ്തോത്രം. ഈ രാത്രി പകൽക്കാലം ഞാൻ പറയട്ടെ, നീ യഹൂദനാണോ, നീ സ്തുതിക്കുന്നവനോ, നിനക്ക് മുന്നോട്ട് പോകുവാൻ ഒരു വ്യവസ്ഥയുണ്ട്. സ്തോത്ര ഹല്ലേലൂയ. വെല്ലുവിളികൾ നിനക്കെതിരായി കടന്നു വന്നിരിക്കാം, നിനക്കെതിരായ തീരുമാനങ്ങൾ മാറ്റി വന്നിരിക്കാം. പക്ഷേ നിന്നെ ഹല്ലേലൂയ വിളിച്ച ദൈവത്തിന്റെ സന്നിധി നീ ഉറച്ചു നിൽക്കണം. നീ സ്തുതിക്കുന്നവനാണെങ്കിൽ നീ എവിടെ പോയാലും സ്തുതിയാൽ നിൽക്കുവാൻ തയ്യാറാക്കണം. നീ ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയെങ്കിൽ സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നീ മാറരുത്. നീ ഒരു ദൈവ പൈതലായി തന്നെ ചിലടത്ത് ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ഹല്ലേലൂയ. നീ അവരോടൊപ്പം ചേരുകയില്ല, അവർ നിന്നോടൊപ്പം ചേരത്തക്ക രീതി ദൈവം ചിലതിനെ തിരിക്കുവാനായിട്ട് ഇടയായി തരിക. നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് ദൈവം പറയിക്കുവാനായിട്ട് ഇടയായി തരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു കാര്യമാണ്, നാം മറ്റുള്ളവരെ ഭയപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു, അവരോടൊപ്പം ചേരുവാനായിട്ട് ഇടയായി തരിക. ഞാനില്ല പ്രിയ ദൈവമക്കളെ, നാം ഉറച്ചു നിൽക്കണം. അതാ വചനത്തിൽ പറഞ്ഞ ചില സത്യങ്ങൾ ദൈവം നമ്മെ അറിയിച്ച് നമ്മെ സ്വതന്ത്രമാക്കിയിരിക്കുമ്പോൾ, അതുകൊണ്ട് ഗലാത്യ ലേഖനത്തിൽ കാണുവാൻ സാധിക്കുന്നത്, സ്വതന്ത്രത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പേ. അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. നമ്മെ കുടുക്കി കളയുവാനായിട്ട് വീണ്ടും പല നുഖങ്ങൾ കടന്നു വരാം. പക്ഷേ ഞാനും നിങ്ങളും അറിഞ്ഞ സത്യത്തിനു വേണ്ടി വില കൊടുത്ത് നിൽക്കുവാൻ തയ്യാറാകണം. അവർക്ക് വേണ്ടിയാണ് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്, ദൈവത്തിന്റെ ശക്തിയെ വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആര് ദൈവസേന പ്രതിസന്ധിയുടെ മധ്യത്തിൽ, വെല്ലുവിളിയുടെ മധ്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവോ അവർക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വന്നിട്ടുണ്ട്. അവരെ ആ പ്രതിസന്ധിക്കകത്തുനിന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ചില വെല്ലുവിളിയുടെ മുമ്പാകെ അങ്ങോട്ട് പോണോ ഇങ്ങോട്ട് പോണമോ എന്നുള്ള ഭയത്തോടെ ആയിരിക്കും നീ നിൽക്കുന്നത്, എന്നുള്ള ശബ്ദത്തിന് മുമ്പ് ഇടറിയായിരിക്കും നിൽക്കുന്നത് എന്ന് പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ. നിന്റെ ഉള്ളിൽ സമാധാനം നൽകിയ, നിനക്ക് നിത്യരക്ഷ തന്ന, നിന്റെ ജീവിതത്തിനകത്ത് പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന, നീ കർത്താവിന്റെ സന്നി ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ പ്രിയ ദൈവ
പൈതലെ, നിനക്ക് വേണ്ടതൊക്കെ കരുതി വെച്ചിരിക്കുന്ന, ഏറ്റവും നല്ലതൊന്ന് മുൻകരുതി വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ചലിക്കുവാനായിട്ട് ഇടയത്തിര. നമ്മുടെ ദൈവം അത്ഭുത മന്ത്രിയത്രേ, വീരനാം ദൈവമത്രേ. ഹല്ലേലൂയ. തീയുടെ ശക്തിയെ കെടുത്തുന്ന ദൈവമത്രേ. നീ മറ്റുള്ള മുമ്പിൽ തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ എവിടെയെങ്കിലും ദൈവത്തെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ, നീ എവിടെയെങ്കിലും ദൈവത്തെ മാനിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ തലമുറയെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾ നിൽക്കണം, ചിലതിന് വില കൊടുക്കണം. ഇവിടെ കാണുവാനായിട്ട് തുറന്നുള്ള പാങ്ങൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവർ യഹൂദന്മാരുണ്ടല്ലോ, അവർ ദൈവത്തെ ആരാധിക്കുന്നില്ല എന്ന് കൽദയർ വന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നപ്പോ നെബൂഖദ്നേസർ രാജാവിന് കോപവും പൂണ്ടിട്ട് സദ്രക്കിനെ മേശക്കിനെ എന്ത് ചെയ്യുന്നു, രാജാവിന്റെ സനിയിലേക്ക് കൊണ്ടുവരുവാൻ പറഞ്ഞിട്ട് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോ കാഹളം, കുയൽ ഇതൊക്കെ ഊതുവാനായിട്ട് ഇടയത്തിലും നിങ്ങൾ വീണ് ആ ബിംബത്തെ ആരാധിക്കുവാൻ ഒരുങ്ങി ഇരുന്ന നന്ന് നമസ്കരിക്കാതിരുന്നാലോ ഈ നാരിയത്തിനെ നിങ്ങൾ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. വീണ്ടും അവിടെ ഒരു തീർപ്പ് കൽപ്പിക്കും. ഇവരോട് പറയുകയാണ് ഒരു ഭീഷണിയുടെ വാക്ക്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ പ്രതിഷ്ഠിച്ച ബിംബത്തെ വീണ് നമസ്കരിക്കുവാൻ ഒരുങ്ങിയിരുന്ന നന്ന്. സ്തോത്രം. ഇന്ന് അനേകം പേരെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു ഭീഷണിയുടെ വാക്കാണ് ആ കാലഘട്ടത്തിലും ഉണ്ടായിരുന്നു എന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയ ദൈവ പൈതലേ, സ്തോത്രം. പക്ഷെ ഞാനും നിങ്ങളും തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. ആർക്കും പകരത്തിന് പകരം വയ്ക്കുവാൻ കഴിയാതെ നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച യേശു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പറയുന്നവർക്ക് ആർക്കും നമ്മെ രക്ഷിപ്പാൻ കഴിയാതിരുന്ന ഒരു സാഹചര്യത്തിലും എന്നെ നിങ്ങളെ തേടി വന്ന ഒരു സ്നേഹമുണ്ട്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി ജീവനെ തന്ന ഒരു സ്നേഹമുണ്ട്. ആ സ്നേഹത്തിന്റെ മുമ്പാകെ മറ്റൊന്നിനെ നാം പകരമായിട്ട് നിർത്താൻ ശ്രമിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു, നമസ്കരിക്കാതിരുന്നാലോ ഈ നാഴികത്തന്നെ നിങ്ങളെ എരിയുന്ന തീച്ചൂളയിൽ ഇട്ട് കളയും. നിങ്ങളെ എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ. സ്തോത്രം. ഹല്ലേലൂയ. അവിടെ ഒരു വെല്ലുവിളി ഉയരുകയാണ്. കാരണം രാജാവ് തീർപ്പ് കൽപ്പിച്ചിരിക്കുന്നത്, ആ തീർപ്പിനെ മാറ്റുവാൻ ആർക്ക് കഴിയില്ല. അങ്ങനെക്ക് എന്റെ കയ്യിൽ നിന്ന് നിങ്ങളെ വിടുവിക്കാവുന്ന ദേവൻ ആർ എന്നൊരു ചോദ്യം ഉന്നയിച്ചപ്പോ സദ്രക്കും മേശക്കും പറയുന്ന ഒരു കാര്യമുണ്ട്. അബേദ്നെഗോവ് നെബൂഖദ്നേസരെ, ഈ കാര്യത്തിൽ ഉത്തരം പറവാൻ ആവശ്യമില്ല. എന്നിട്ട് പറയുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ കഴിയുമെങ്കിൽ അവൻ ഞങ്ങൾ എരിയുന്ന തീച്ചുളയിൽ നിന്നും രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്നും ദൈവം നിന്നെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നെങ്കിൽ നിനക്കെതിരായി കൊണ്ടുവരുന്ന തീരുമാനത്തിനകത്ത് നിന്നും, നിനക്കെതിരായി കൊണ്ടുവരുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ നിന്നും വിടുവിപ്പാൻ കഴിയുന്നൊരു ദൈവമുണ്ട്. കാരണം നിന്റെ പ്രാണനെ വിടുവിച്ച ദൈവം, നിന്റെ ആത്മാവിനെ വിടുവിച്ചതായ ദൈവം. അതിനാണ് പകരം ആരുമില്ലാതെ കണ്ടപ്പോ സ്വർഗത്തിലെ ദൈവം തന്റെ ഓമന പുത്രനെ നമുക്ക് വേണ്ടി തരുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്ര. ആ സ്നേഹത്തിന് പകരമായിട്ട് അത് ആ രക്തത്തിന്റെ വിലയ്ക്ക് തുല്യമായിട്ട് മറ്റൊന്നുമില്ല. അങ്ങനെക്ക് പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആ കർത്താവ് നമ്മെ വിടുവിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. ആരും നമ്മെ വിടുവിക്കാൻ കഴിയാതെ കിടന്ന പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ശാപത്തിൽ നിന്ന് നിന്നെ നിത്യരക്ഷയിലേക്ക് ദൈവം വിളിച്ച് വേർതിരിച്ച് പുറത്തു കൊണ്ടുവന്നുവെക്ക്. പ്രിയ ദൈവ പൈതലേ, ബാക്കിയുള്ളതൊക്കെ ഈ ലോകത്തിൽ നിന്ന് കടന്നു വരുന്നത് അത്രേ. സ്തോത്ര. അങ്ങനെക്ക് ഈ ലോകത്തിൽ നിന്ന് കടന്നു വരുന്ന ഏത് പ്രശ്നത്തിൽ നാം നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് ഈ പകൽക്കാലം നീ ഉറച്ചു വിശ്വസിക്കുക. സ്തോത്ര. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. അതേ, പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോ, അതേ, നിനക്കെതിരായി പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോ നിന്റെ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന ഹല്ലേലൂയ ഒരു സർവശക്തനായ ദൈവമുണ്ട്. ആകയാ ദൈവം എനിക്ക് തുണ, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് എബ്രായ ലേഖന കർത്താവ് എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവ പൈതലേ, നിനക്ക് പകരം വില കൊടുത്തത് എന്റെ കർത്താവാക്കിയ ഈ ലോകത്തിലെ മനുഷ്യന് നിന്നെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ചില ഭീഷണിയുടെ വാക്ക് നിനക്കെതിരെ കടന്നു വന്നിരിക്കാം. പക്ഷേ നീ തിരിച്ചറിഞ്ഞ് വിശ്വാസത്തിൽ ഉറച്ച് നിൽക്കുക. സ്തോത്ര. ഹല്ലേലൂയ. പകരത്തിന് ഒന്നും തരാതെ നിനക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി നീ യാത്ര ചെയ്യുവാൻ തയ്യാറാകുക. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്ന സ്തോത്രം.
അവരുടെ മുമ്പിൽ കടന്നു വരുന്ന അനന്തര ഫലങ്ങളെ ഒന്നും അവര് നോക്കാതെ അതിനെയൊക്കെ അവഗണിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്ന എബ്രായർ ബാലന്മാരെ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു. അങ്ങനെ പ്രിയ ദൈവമക്കളെ, പിന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇതൊന്നും അവരുടെ ഒരു വിഷയമല്ല. എരിയുന്ന തീച്ചൂളയിലാണോ ഇടുന്നത്? ഇതൊന്നും അവരുടെ ഒരു വിഷയമല്ല. അവരുടെ ഒറ്റ വിഷയമുള്ളൂ, അവർ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. ഞങ്ങൾ സേവിക്കുന്ന ദൈവം. അങ്ങനെ പ്രിയ ദൈവമക്കളെ, ഈ പകൽക്കാലം നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കട്ടെ, നമ്മൾ സേവിക്കുന്ന ദൈവം ആരാണ്. ഹല്ലേലൂയ. അതെ, നാം ആരാധിക്കുന്ന ദൈവം ആരാണെന്നുള്ള ഒരു തിരിച്ചറിവ്. ഹല്ലേലൂയ. അതിന് നമ്മൾ ഒറ്റ കാര്യം ചെയ്താൽ മതി. കഴിഞ്ഞ നാളുകളിൽ നമ്മെ വിടുവിച്ച, ഹല്ലേലൂയ, ഡോക്ടർമാർ നിന്നെ കൈവിട്ടപ്പോ, ലോകം നിന്നെ കൈവിട്ടപ്പോ, സമൂഹം നിന്നെ മാറ്റി നിർത്തിയപ്പോ നിന്നെ ചേർത്തണച്ച ഒരു കർത്താവ്, ആ സ്നേഹത്തെ നീ ഓർത്താ മതി. ഏത് പ്രതിസന്ധിയുടെയും വെല്ലുവിളിയുടെ മുമ്പാകെ നീ ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവത്തിന് ഉറച്ച് നിൽക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതെ, അവർക്കെതിരായിട്ട് വിശ്വാസത്തിന്റെ മഹാപരിശോധനകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവിൻ. സ്തോത്രം. നമ്മുടെ വിശ്വാസ കോളത്തിൽ നിൽക്കുമ്പോ വിശ്വാസത്തിന്റെ പരിശോധനകൾ കടന്നു വരും. ഞാനും നിങ്ങളും അതിനകത്ത് നിൽക്കുമോ? പ്രയാസങ്ങൾ കടന്നു വരുമ്പോ, നാം സത്യത്തിൽ നിന്ന് പുറത്തു വരുമോ? ഇങ്ങനെയുള്ള പരിശോധനകൾ നമ്മുടെ ജീവിതത്തിൽ അനുനിമിഷം കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നിനക്കെതിരായി സ്തോത്രം. ഹല്ലേലൂയ. ചിലതൊക്കെ കടന്നു വരുവാനായിട്ട് ഇടയായിത്തീരുമ്പോ അതിനെ നാം സന്തോഷത്തോടെ അതിനെ എണ്ണുവാനായിട്ട് ഇടയായിത്തീർന്ന, അതാണ് എബ്രായ ലേഖനകർത്താവ് പറയുന്നത്. അതിനെ സ്തോത്രം സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുവേ. നമുക്ക് ചിലതിനെ സന്തോഷിക്കുവാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. അതേ, കഷ്ടതയിൽ നമുക്ക് പ്രശംസിപ്പാനായിട്ട് കഴിയണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് കാരാഗൃഹത്തിൽ കിടക്കുമ്പോഴും പറഞ്ഞൊരു കാര്യം, കർത്താവിലെപ്പോഴും സന്തോഷിപ്പേ. അതേ, കാരാഗൃഹത്തിലും തന്റെ മേൽ പകരപ്പെട്ട സന്തോഷത്തെ എടുത്തു കളയുവാൻ കഴിഞ്ഞില്ല. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, ആ ഒരു തലത്തിലേക്ക് ഞാനും നിങ്ങൾ കയറുവാനായിട്ട് ഇടയെത്തീർന്ന, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവ കൊള്ളാവുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. സ്തോത്ര. അങ്ങനെ ഞാനും നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു ജീവകിരീടമുണ്ട്. ആ ജീവകിരീടം പ്രാപിക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ ചില പരിശോധന ഘട്ടത്തിൽ കൂടെ ഞാനും നിങ്ങൾ കടന്നു പോകേണ്ടി വരും. അവിടെയൊക്കെയും അതിന് സന്തോഷമെന്ന് എണ്ണിക്കൊണ്ട് എനിക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ തയ്യാറാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ചിലപ്പോൾ പറഞ്ഞിരിക്കുക, കർത്താവിലേക്ക് വന്ന ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ജീവിതത്തിൽ കഷ്ടത. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, ക്രിസ്തീയ ജീവിതം കഷ്ടത ഇല്ലാത്തതല്ല, കഷ്ടതകൾ ഉണ്ട്. പക്ഷേ പ്രിയ ദൈവമക്കളെ, സ്തോത്രം, നാം ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. സ്തോത്ര. ആ കർത്താവിൽ അങ്ങ് പറ്റി നിൽക്കുക. സ്തോത്രം. മുന്തിരി വെള്ളിയായിരിക്കുന്ന കർത്താവിനോട് പറ്റി നിൽക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ നമുക്ക് വേണ്ട ജീവൻ അവിടെ നിന്ന് പകരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ കാണുവാൻ സാധിക്കുന്നു. നമുക്ക് സ്തോത്രം. അവർ മൂന്നൊരു പറയുവാനായിട്ട് ഇടയെത്തീർന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തെ അല്ല ആരാധിക്കില്ല, അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദൈവന്മാരെ സേവിക്കില്ല. അവർ തീർത്തായിട്ടങ്ങ് പറയുകയാണ്, ഒരു സംശയമല്ല പറയുന്നത്. അല്ലെങ്കിലും ഞങ്ങൾ രാജാവിന്റെ ദൈവന്മാരെ സേവിക്കുകയില്ല, രാജാവ് നിർത്തിയ സ്വർണ്ണബിംബത്തെ നമസ്കരിക്കുകയുമില്ല എന്നറിഞ്ഞാലും നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. തീർപ്പ് കൽപ്പിച്ച രാജാവ് എന്തും ചെയ്യുവാൻ അധികാരമുള്ള ഒരു രാജാവാണ്. പക്ഷേ ഈ ലോകത്തിലെ ഒരു രാജാവിനേക്കാളും അധികാരവും പവറുമുള്ള ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ടെന്നുള്ള ഒരു തിരിച്ചറിവ് ആ ബാലന്മാർക്കുണ്ടായിരുന്നു. പ്രിയതേ മക്കളെ, നമ്മുടെ മേലുള്ള അധികാരം സ്വർഗത്തിലെ ദൈവത്തിനത്രേ. മേലിൽ നിന്ന് അധികാരം കൊടുക്കാതെ ഈ ലോകത്തിലെ ശക്തികൾക്കോ ഈ ലോകത്തിലെ ആർക്കും നമ്മെ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. സ്തോത്ര. ആ ഒരു തിരിച്ചറിവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീർന്ന അവരവിടെ ഉറപ്പോടെ, സ്തോത്ര, അവരുടെ മുമ്പിൽ എന്താണ് വരാൻ പോകുന്നത് അതല്ല അവരുടെ വിഷയം. അവർ ദൈവത്തെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീർന്നു. ഞാൻ പറഞ്ഞല്ലോ, നീ ചിലരുടെ മധ്യത്തിൽ ദൈവത്തെ ഉയർത്തുവാൻ തയ്യാറായ, നിന്നെ ഉയർത്തുന്ന, നിന്നെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സ്വർഗത്തിലെ ദൈവം ഉണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നെബൂഖദ്നേസറിന് കോപം വന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ശദ്രക്കിന്റെ മേശക്കിന്റെ അബേദ്നെഗോവിന്റെ നേരെ മുഖഭാവം മാറി. ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവന്
കോപവും ഉഗ്രകോപം പൂണ്ടു എന്ന് കാണുവാൻ സാധിക്കുന്നു. ഇവിടെ രണ്ടാമതും എത്തിക്കഴിഞ്ഞപ്പോ അവന്റെ മുഖഭാവം ആകെ മാറുവാനായിട്ട് ഇടയായിരുന്നു. കാരണം ഈ ഒരു പ്രശ്നത്തെ പറഞ്ഞപ്പോ, ഇല്ലെങ്കിൽ ഇവരെ തീച്ചൂളയിൽ ഇടും എന്ന് പറഞ്ഞപ്പോ, ഇവരെ ദൈവത്തെ ആരാധിക്കുന്ന വിട്ടിട്ട് ബിംബത്തെ നമസ്കരിക്കുമെന്നുള്ളൊരു ചിന്തയായിരിക്കും രാജാവിന്റെ മേലുണ്ടായത്. കാരണം തീച്ചൂള എന്ന് പറയുന്നത് എല്ലാവർക്കും ഭയമുണ്ടാകുന്നതാണല്ലോ. പ്രിയ ദൈവമക്കളെ, അവിടെയല്ല ഒരു മാനുഷികമായ തീർപ്പ് അല്ലെങ്കിൽ രാജാവിന്റെ ഒരു തീർപ്പിന് മുമ്പാകെ പരാജയപ്പെടാതെ ഉറച്ചു നിൽക്കുന്ന ഒരു തലമുറ ഹല്ലേലൂയ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവിടെ രാജാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, ചൂള പതിവായി ചൂട് പിടിപ്പിക്കുന്നത് 7 മടങ്ങ് ചൂട് പിടിപ്പിക്കുവാൻ അവൻ കൽപ്പിച്ചു. അതെ, തീയുടെ ശക്തി 7 മടങ്ങായിട്ട് അവിടെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഒരു തീരുമാനത്തെ അവിടെ എന്ത് ചെയ്യുന്നു, രാജാവ് കൽപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെ തീയുടെ ശക്തി വർദ്ധിപ്പിച്ചിട്ട് ആ രാജകൽപ്പന കർശനമായിരുന്നത് കൊണ്ട് ആ ചൂള എന്ത് ചെയ്യുന്നു, അത്യന്തം ചൂടായിരിക്കൊണ്ടും അവരെന്ത് ചെയ്യുന്നു, അവരെ എടുത്തുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എടുത്തുകൊണ്ടുപോയ പുരുഷന്മാരെ അഗ്നിജോല ദഹിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ആ തീയുടെ ശക്തി അത്രത്തോളം കാഠിന്യമായിരുന്നു. നമുക്കറിയാം, പതിവായിട്ടുണ്ടായിരിക്കുന്ന തീ, ആ തീയിൽ നിന്ന് 7 മടങ്ങ് തീയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിരുന്നു. ആ തീയുടെ ചൂട് കൊണ്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു. ഇവരെ എടുത്തുകൊണ്ടുപോയ, ഈ ബാലന്മാരെ എടുത്തുകൊണ്ട് പോയതായ പുരുഷന്മാരെ അഗ്നിജോല ദഹിപ്പിച്ചു കളയുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ശദ്രക്ക്, മേശയ്ക്ക്, അബേദ്നെഗോ എന്ന 3 പുരുഷന്മാരോ ബന്ധിക്കപ്പെട്ടവരായി എരിയുന്ന തീച്ചുള വീണു. ആ എരിയുന്ന തീച്ചൂളയിലേക്ക് അവർ ഇടുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നെബൂഖദ്നേസർ രാജാവ് ഭ്രമിച്ചു. വേഗത്തിൽ എഴുന്നേറ്റ് മന്ത്രിമാരോട്, ആ 3 പുരുഷന്മാരെ അല്ലയോ ബന്ധിച്ച് തീയിലിട്ടത് എന്ന് ചോദിച്ചവർ, സത്യം തന്നെ എന്ന് രാജാവിനെ ഉണർത്തിച്ചു. അതിന് അവൻ, 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞ് തീ നടക്കുന്നു ഞാൻ കാണുന്നു, അവർക്കൊരു കേട് തട്ടിയില്ല, 4ാമത്തെ രൂപ ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നു എന്ന് കൽപ്പിച്ചു. ഇവിടെ രാജാവ് പറയുന്ന ഒരു കാര്യമാണ്. രാജാവിന്റെ ഭ്രമിക്കുവാനായിട്ടിടയത്ത് നമ്മൾ 3 ഘട്ടമായി കാണുന്നു. ഒന്ന്, കോപം, ഉഗ്രകോപം ഉണ്ടാകുന്നുണ്ട്. 2 കാണുവാൻ സാധിക്കുന്നു, മുഖഭാവം മാറുന്നു. ഇവിടെ നമുക്ക് 3ാമത് കാണുവാൻ സാധിക്കുന്നു, അവൻ ഭ്രമിക്കുവാൻ തുടങ്ങി. എന്താ കാരണം? അവൻ എഴുന്നേറ്റു മന്ത്രിമാരോട് ചോദിക്കുന്നു, 3 പേരെ അല്ലേ നാം ഇവിടെ ഇട്ടത്, ബന്ധിച്ച് തീയിലിട്ടത്? പക്ഷേ എന്ത് ചെയ്യുന്നു, അവിടെ 4 പുരുഷന്മാർ കെട്ടഴിഞ്ഞു. ബന്ധിക്കപ്പെട്ടവരായിട്ടാണ് ഈ 3 പേരെ തീക്കകത്ത് ഇടുവാനായിട്ട് ഇടയെത്തുന്നു. പക്ഷേ രാജാവിന്റെ കണ്ണിന് കാണുന്ന കാഴ്ച ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന 3 പേരെയല്ല, ബന്ധനം അറ്റ് കിടക്കുന്ന ഹല്ലേലൂയ 3 പേരെ കാണുന്നു. അതിനോടൊപ്പം കാണുന്ന ഒരു കാഴ്ചയെ പറയുന്നുണ്ട്, അവർക്കൊരു കേടും തട്ടിയിട്ടില്ല. 4ാമത്തെ രൂപം ഒരു ദൈവപുത്രനോട് തുല്യനായിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലെ, ഈ പകൽക്കാലത്ത് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന് വിശ്വസ്തയോടെ നിൽക്കുവാൻ തയ്യാറായ, നിനക്ക് വേണ്ടി ദൈവപുത്രനെ ഇറക്കേണ്ടടുത്ത് ഇറക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. നിന്നെ ഒറ്റയ്ക്ക് തീക്കകത്ത് വിട്ടുകൊടുക്കുന്ന ഒരു ദൈവമല്ല, മറിച്ച് നിനക്ക് വേണ്ടി ഹല്ലേലൂയ അതേ രാജാവ് കണ്ടത് ദൈവപുത്രന് തുല്യനായുണ്ടെന്ന് പറഞ്ഞ, അങ്ങനെയൊക്കെ നിനക്ക് വേണ്ടി ഇറങ്ങുന്നത് ഒരു ദൈവപുത്രനെ ഇറക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നീ ഭാരപ്പെടേണ്ട, ദൈവപുത്രൻ അഗ്നിക്കൊത്ത കണ്ണുള്ള ദൈവം, സ്തോത്രം, യേശു കർത്താവിനെ ഇറക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയൊക്കെ തീയുടെ ശക്തി വർദ്ധിക്കുമ്പോഴും നമ്മുടെ ദൈവം ആരാ? അഗ്നി ആയിരിക്കുന്ന ദൈവമത്രേ. ഹല്ലേലൂയ. ആ തീയുടെ മുമ്പിൽ, അഗ്നിയുടെ മുമ്പിൽ ഈ തീക്ക് ഒരു പ്രാധാന്യവുമില്ല. അഗ്നി ആയിരിക്കുന്ന ദൈവം ഇറങ്ങുമ്പോ ഈ തീയുടെ ശക്തി കെട്ടുപോകും. ഹല്ലേലൂയ. നിന്നെ ഒരു ശക്തിക്കും എന്ത് ചെയ്യുന്നു, ഒതുക്കാൻ കഴിയില്ല. നിന്നെ ബന്ധിക്കുന്ന ബന്ധനങ്ങൾ കരിഞ്ഞു പോകുവാനായിട്ട് ഇടയെത്തില്ല. നീ കെട്ടഴിയപ്പെട്ടവനായിട്ട് ചിലർത്ത് നിൽക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ആരാണ് രാജകൽപ്പന പറഞ്ഞത്? ആ രാജാവിന്റെ കണ്ണുകൊണ്ട് തന്നെ ഈ ബാലന്മാരുടെ വിടുതലുകൾ നടക്കുന്നത് കാണുവാനായിട്ട് ഇടയെത്തുന്നു. നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ദൈവം ആരെന്ന് ചോദിച്ച ചോദ്യത്തിന് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ദൈവപുത്രന് തുല്യനത്രേ. ഹല്ലേലൂയ. ദൈവപുത്രനോട് തുല്യനായിരിക്കുന്നതേ. നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവപുത്രനുണ്ട്, സാക്ഷാൽ എന്റെ യേശു കർത്താവ്. ഹല്ലേലൂയ.
ആ കർത്താവിന് മാത്രമേ നിന്നെ വിടുവിപ്പാൻ കഴിയത്തുള്ളൂ. അങ്ങനെക്ക് നീ ചിലയിടത്ത് ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, ചില വെല്ലുവിളിയുടെ മുമ്പാകെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, നിന്നെ വിടുവിപ്പാൻ ദൈവപുത്രൻ ഇറങ്ങി വരുന്നത് നിന്നെ വെല്ലുവിളിച്ചവർ കാണുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. തീരുമാനത്തെ മാറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. രാജാവ് അങ്ങനെ കാണുവാനായിട്ട് ഇടയായിത്തീർന്നു. നെബൂഖദ്നേസർ എരിയുന്ന തീച്ചുളെ വാതിക്കടുക്കെത്തുന്നു. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ സദ്രക്കെ, മേശക്കെ, അബേദ്നെഗോവെ പുറത്തു വരുവേൻ. അവിടെ എന്ത് ചെയ്യുന്നു? ട്യൂണ് മാറുവാനായിട്ട് ഇടയെത്തുന്നു. അവിടെ രാജാവ് വിളിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ, ഹല്ലേലൂയ, അതേ എബ്രായർ ബാലന്മാരുടെ പേരിനോട് കൂടി ചിലത് കൂടെ ആഡ് ചെയ്യുവാനായിട്ട് ഇടയെത്തുന്നു. രാജാവിന് ഒരു കാര്യം മനസ്സിലായി. തനിക്ക് വേണ്ടി നിൽക്കുന്നവരെ വിടുവിപ്പാൻ ഇറങ്ങുന്ന ഒരു ദൈവപുത്രനുണ്ട്. അത്യുന്നതനായിരിക്കുന്ന ഒരു ദൈവപുത്രനുണ്ട്. അവിടെ കാണും അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ. ഹല്ലേലൂയ. അതേ, നമ്മുടെ ദൈവം അത്യുന്നതനായിരിക്കുന്ന ദൈവമത്രേ. ആ ദൈവത്തിന് തുല്യം പറയുവാൻ ആരുമില്ല. ആ ദൈവത്തിന്റെ ശക്തിക്ക് തുല്യമായത് ഒന്നുമില്ല. അതറിഞ്ഞിട്ട് വേണം പ്രിയ ദൈവമക്കളെ ഞാനും നിങ്ങളും നിൽക്കുവാൻ. സ്തോത്ര. നിനക്കെതിരായി നിന്നുകൊണ്ട് പല വെല്ലുവിളികളെ ഉയരുമ്പോ, ഹല്ലേലൂയ, നീ ചില വെല്ലുവിളിയുടെ മുമ്പാകെ തല കുനിച്ച് മാറിപ്പോകുവാനല്ല, അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനല്ല, നീ ചിലടത്ത് ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ, നീ വില കൊടുക്കുവാൻ തയ്യാറായ, നീ ചിലടത്തൊന്ന് മാറി നിൽക്കുവാൻ തയ്യാറായ, നിന്നെ തെളിയിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പേരിനോട് കൂടെ ചിലത് കൂടെ ദൈവം ആഡ് ചെയ്യുവാനായിട്ട് ഇടയെത്തിര. വെല്ലുവിളികൾ കടന്നു വരുമ്പോ, ഹല്ലേലൂയ, നീ തകർന്നു പോകുന്ന ഒരു വ്യക്തിയായി നിൽക്കാതവണ വിശ്വാസത്തിന് ശക്തിപ്പെട്ടുകൊണ്ട് നിന്റെ ആശ്രയം കർത്താവിലായിരിക്കുവാൻ തയ്യാറാകട്ടെ. സ്തോത്രം. അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സദ്രക്കും മേശക്കും പുറത്തു വരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രധാന ദേശാധിപന്മാർ, സ്ഥാനാധിപന്മാരൊക്കെയും അവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നു. അടുത്ത് അവര് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരിയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീയുടെ മണം പോലും തട്ടാതെയും ഇരിക്കുന്നത് കണ്ടു. അവരും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. അവര് ചിന്തിച്ച കാര്യം എന്താ? ഇവരെ തീയുടെ അടുക്കേക്ക് കൊണ്ടുപോയപ്പോ ആ തീയുടെ ശക്തി കൊണ്ട് വെന്തുപോയവരുണ്ട്. അപ്പൊ ഈ തീക്കകത്ത് വീണ സാമ്പൽ പോലും കിട്ടത്തില്ല, ഒരല്പ പൊടി പോലും ഇവർക്ക് വേണ്ടി കിട്ടത്തില്ല എന്ന് എഴുതി വച്ചിരിക്കുന്ന അവരുടെ മനസ്സുകളിൽ ചിന്തിച്ചിരിക്കുമ്പോ ഇതാ ഒരു കേടും പറ്റാതവണ്ണം ദൈവത്തിന്റെ പുത്രൻ ഇറങ്ങി അവരെ വിടുവിച്ചു പുറത്തു കൊണ്ടുവന്നു. ചിലതിനകത്ത് നീ നിൽക്കുമ്പോ നിനക്ക് പ്രതികൂലങ്ങൾ വർദ്ധിക്കാം, നിനക്കെതിരായി പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, നിനക്കെതിരായ രേഖകൾ എഴുതിയിരിക്കാം. നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ അതിന്റെ ശക്തി വർദ്ധിപ്പിക്കാം. നീ ചിലതിന് വില കൊടുക്കുമ്പോൾ നിന്റെ ജോലി മേഖലയ്ക്കകത്ത് നിനക്കെതിരായി, സ്തോത്രം, ഹല്ലേലൂയ, ചിലതൊക്കെ എഴുതി ചേർത്തന്നിരിക്കാം. പക്ഷേ പ്രിയ ദൈവ പൈതലേ, നീ അവരോടൊപ്പം ചേരാതെ നീ കർത്താവിന്റെ സ്വനി ഉറച്ചു നിൽക്ക്. ഹല്ലേലൂയ. നിനക്ക് വേണ്ടത് തരുന്ന ഒരു കർത്താവുണ്ട്. അത് മാത്രമല്ല, നിന്നെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന്, അതിനകത്തൊരു കേടും പറ്റാതെ സൂക്ഷിക്കുന്ന ഒരു കർത്താവുണ്ടെന്ന് തെളിയിക്കുന്ന ഒരു സമയമുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ പരിശോധന നീ ജയിക്കുവാനായിട്ട് ഇടയത്തിറ. അടുത്ത് നിന്റെ ഒരു ഉയർച്ചയുടെ ഒരു ഘട്ടമായിരിക്കും. സ്തോത്രം. അപ്പോൾ നെബൂഖദ്നേസർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സദ്രക്കിന്റെ, മേശക്കിന്റെ, അബേദ്നെഗോവിന്റെ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. പ്രിയതേ മക്കളെ, നാം ചിന്തിക്കണം. ഈ ബാലന്മാർ അവിടെ ദൈവത്തെ തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ, ഇല്ലെങ്കിൽ അവർ നിർത്തിയ സ്വർണ്ണബിംബത്തെ ആരാധിച്ചിരുന്നുവെങ്കിൽ ദൈവത്തെ വാഴ്ത്തുവാൻ കഴിയുമോ? അവര് വില കൊടുക്കുവാൻ തയ്യാറായപ്പോ, സ്തോത്രം, പ്രിയ ദൈവ പൈതലേ, അവിടെ ദൈവത്തെ വാഴ്ത്തുവാനായിട്ടിടയെ തീർന്നു. അങ്ങനെ ചില വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിനകത്ത് ഉണ്ടാക്കുന്നിടത്ത് നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ നിന്റെ ദൈവത്തിന്റെ നാമം നിന്നെ കൂടി മഹത്വപ്പെടുവാനായിട്ട് ഇടയായിത്തീരുക. തന്നിൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതെ വണ്ണം രാജകൽപ്പന കൂടെ മറുത്ത് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തന്റെ ദാസന്മാരെ അവൻ സ്വദൂതനയച്ച് വിടുവിച്ചിരിക്കുന്നുവല്ലോ. ഹല്ലേലൂയ. അതെ, നമ്മെ സ്വദൂതനെ അയച്ച് വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ട്. യഹോവയുടെ ദൂതൻ തന്റെ ഭക്തന്മാർക്ക് ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നമുക്ക് ചുറ്റും വലിയൊരു ദൂത സൈന്യമുണ്ട്. ആ സൈന്യത്തെ കവർന്നുകൊണ്ട് നിന്റെ അടുക്കിലേക്ക് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും തൊടുവാൻ കഴിയത്തില്ല. സ്തോത്രം. ആ തുടർന്നുള്ള ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതേ, സ്തോത്രം, ദൈവത്തെ ഉയർത്തുന്ന അനുഭവങ്ങൾ ഇവർക്ക്
വേണ്ടി അവിടെ കൊടുക്കുന്ന സ്ഥാനമാനങ്ങളൊക്കെയും കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഈ പകൽക്കാലം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരുടെ മുമ്പാക്കി കടന്നു വരുന്ന വെല്ലുവിളികളുണ്ട്. നീ സത്യങ്ങൾ അറിഞ്ഞ് കർത്താവിലേക്ക് ഒന്ന് ഇറങ്ങി തിരിക്കുമ്പോ പലരും നിനക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തിയിരിക്കാം. നീ കുടുംബം വിട്ടുപോയി കഴിഞ്ഞാ, ഇല്ലെങ്കിൽ നീ ഈ വിശ്വാസത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാ നിനക്കുള്ളത് കൂടി നഷ്ടപ്പെടും. നിന്റെ തലമുറയുടെ ഭാവി എന്തായിത്തീരും, നിന്റെ ഭാവി എന്തായിത്തീരും. ഇങ്ങനെ ഒത്തിരി വെല്ലുവിളികൾ ജീവിതത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പറയട്ടെ, ഈ വെല്ലുവിളിക്കുന്നവരല്ല, സ്തോത്രം ഹല്ലേലൂയ, അതെ, നിനക്കെതിരെ പറയുന്നവരല്ല നിന്റെ തലമുറയും നിന്റെ ഭാവി എഴുതി വെച്ചിരിക്കുന്നത്. നിന്റെ ഭാവി എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. അതേ നിന്റെ ജീവിതത്തിനകത്ത് നടക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതും ഇതും കണ്ട് നീ ഭയപ്പെടാതെ നീ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ പ്രിയ ദൈവ പൈതലേ, ഇന്ന് നീ ഒറ്റയ്ക്കായിരിക്കും നിൽക്കുന്നത്. പക്ഷേ നിന്നോടൊപ്പം അവരെ കൂടി ചേർത്ത് നിർത്തുന്ന ഒരു സമയമുണ്ട്. നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന്, നിന്റെ ദൈവം ഹല്ലേലൂയ സ്തോത്രം വാഴ്ത്തപ്പെട്ടവനെന്നും പറയുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അതേ, ആ ഒരു വിശ്വാസത്തിന്റെ പരിശോധന ഘട്ടത്തിൽ നീ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക. ഇവിടെ രാജാവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ എന്റെ കൈ നിന്ന് വിടുവിക്കാവുന്ന ദേവൻ ആർ എന്ന്. ഹല്ലേലൂയ. ആ രാജാവ് തന്നെ തിരുത്തി പറയുവാനായിട്ടിടയെത്തുന്നു, ഞാൻ ദൈവപുത്രന് തുല്യനെ അവനെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. സ്വദൂതനെ അയച്ചു വിടുവിച്ചു എന്ന്. അങ്ങനെക്ക് പ്രിയ ദൈവമക്കളെ, നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ഞാൻ നിങ്ങൾ ഉറച്ചു നിൽക്കുവാൻ തയ്യാറായ ഹല്ലേലൂയ അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം വില കൊടുക്കുവാൻ തയ്യാറാക. നാം ദൈവമക്കളാണ്. നാം സ്തോത്രം എങ്ങനെ ജീവിക്കണമെന്ന്, എവിടേക്ക് നിൽക്കണമെന്ന് കർത്താവ് നമുക്ക് വ്യവസ്ഥ തന്നിരിക്കുമ്പോ പ്രിയ ദൈവമക്കളെ, മനുഷ്യർ പറയുന്നതിനോടൊപ്പം നമ്മളും മാറിപ്പോകുവാൻ അല്ല. സ്തോത്രം ഹല്ലേലൂയ. ചിലതിനൊക്കെ നമസ്കരിച്ച കുഴപ്പമില്ല, അല്ലെങ്കിൽ അല്പമൊക്കെ മാറിപ്പോയ പ്രശ്നമില്ല. നോ, ഹല്ലേലൂയ. ദൈവം നോക്കുന്നുണ്ട്. നീ സത്യസന്ധമായി ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? നീ സത്യസന്ധമായി ദൈവത്തിന് വേണ്ടി നിൽക്കുന്നുണ്ടോ? ഇതാ എന്റെ ദൈവം നോക്കുവാൻ ഇടയാകുന്നത്. നീ ദൈവത്തിന് വില കൊടുക്കുവാൻ തയ്യാറായ, നിന്നിൽ ഉള്ളിൽ പ്രകാശിപ്പിച്ച പ്രകാശത്തെ കെടുത്തിക്കളയാതെ, നിന്റെ ഉള്ളിൽ പകർന്നുന്ന വെളിച്ചത്തെ നീ കെടുത്തിക്കളയാതെ വേണ അതിനെ നീ നിലനിർത്തുവാൻ തയ്യാറായ, നിനക്ക് വേണ്ടി ഏത് എരിയുന്ന തീച്ചുളയുടെ നടുവിലും ഇറങ്ങി വന്ന് ഒരു കേടും പറ്റാതെ വേണ നിന്നെ വിടുവിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഹല്ലേലൂയ. അതേ സ്തോത്രം, ഒരു ആത്മീയ വേർപാട് ഒരു ദൈവ പൈതന്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ഹല്ലേലൂയ. അതേ സ്തോത്രം, ഈ കാലഘട്ടത്തിൽ, ഈ അന്ത്യകാലഘട്ടത്തിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ കടന്നു വരേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഒരു ആത്മീയ സ്തോത്ര ഹല്ലേലൂയ, ഒരു ആത്മീയ വേർപാട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. സ്തോത്ര. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം. ഹല്ലേലൂയ. അതിന്റെ ഇടയിൽ നിൽക്കുന്ന നമ്മെ ചേർക്കുവാൻ അത്രേ എന്റെ യേശു കർത്താവ് വരുന്നത്. അങ്ങനെ ആ കർത്താവിന്റെ വരവേ ഞാനും നിങ്ങൾ ചേർക്കപ്പെടണമെങ്കിൽ സ്തോത്ര ദൈവമേ, പിതാവിനെ സത്യത്തിലും ആത്മാവിലും നമസ്കരിക്കുന്നവരാ നാം മാറണ. പൂർണ്ണ ഹൃദയത്തോട് പൂർണ്ണ ആത്മാവോട് ആ കർത്താവിനെ മാത്രം സേവിക്കുന്നവരായി തീരുവാനായിട്ടിടയെത്തുന്ന നീ വില കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നിന്റെ ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കുവാനായിട്ടിടയെത്തില്ല. ആര് നിനക്കെതിരെ നിയമങ്ങൾ എഴുതുവാനായിട്ടിടയെത്തുന്നു അവരെ കൊണ്ട് തന്നെ നീ ആരാധിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമെന്ന് പറയത്തക്ക രീതി ദൈവം മാറ്റണമെങ്കിൽ ചില വെല്ലുവിളിയുടെ മുമ്പാകെ നീ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക. അങ്ങനെ ഈ രാത്രി പകൽക്കാലം ഞാൻ പറയട്ടെ, ചില വെല്ലുവിളികൾ കടന്നു വരുമ്പോ പതറിപ്പോകാതെ ഉറച്ചു നിൽക്കുവാൻ തയ്യാറാക. നിന്റെ ദൈവം ആരാണെന്ന് ദൈവം തെളിയിക്കുവാനായിട്ട് ഇടയായിത്തീര. നീ വില കൊടുക്കുവാൻ തയ്യാറാക്കുന്നുവെങ്കിൽ നിന്നെ മാനിക്കുന്ന ഒരു സ്വർഗമുണ്ട്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. കർത്താവ് ചില സത്യങ്ങൾ വെളിപ്പെടുത്തി കൊടുത്ത് ജനം വിടുതൽ പ്രാപിക്കുമ്പോൾ പലപ്പോഴും കടന്നു വരുന്ന ചില ചോദ്യങ്ങളാണ്, നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്ന ദേവൻ ആർ? ഹല്ലേലൂയ. എന്നറിയ ബാലന്മാരെ തീയുടെ ശൈത്യക്കെടുത്തി ഒരു കേടും പറ്റാതെ വിടുവിച്ച് പുറത്തെടുത്ത സ്വർഗത്തിലെ ദൈവമേ, സ്വദൂതനെ അയച്ച് വിടുവിച്ച ദൈവം, ദൈവപുത്രനായി തുല്യനായവനെ, ഹല്ലേലൂയ, നിയമങ്ങൾ എഴുതിയ രാജാവിനെ കണ്ണുകൊണ്ട് കാണിപ്പിച്ച സ്വർഗത്തിലെ ദൈവമേ, ഈ പകൽക്കാലം ജനം വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കട്ടെ. അടി ഉറച്ച വിശ്വാസത്തിലേക്ക് കടന്നു വരട്ടെ. ചാഞ്ചാടുന്ന മനസ്സുമായി
പരമായിട്ടല്ല. ഹല്ലേലൂയ. ഇവർ നിൽക്കേണ്ടത് ഇവർ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് നിൽക്കുവാൻ വെല്ലുവിളിയുടെ മുമ്പാകെ പതറാതെ നിൽക്കുന്ന ഒരു തലമുറ പുറത്തു വരട്ടെ. ജനത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ചലിക്കണം. ഈ പകൽക്കാലം ഹല്ലേലൂയ ചില വെല്ലുവിളിയുടെ ശബ്ദങ്ങൾ ഉയരുമ്പോ അവിടെയും കർത്താവിനെ ഉയർത്തുന്ന ജനമായി മാറട്ടെ. ഇവരെ ദൈവം ജീവനുള്ള ദൈവമെന്ന് തെളിയിച്ച് പുറത്തു വരുന്ന സമയമായി തീരട്ടെ. കർത്താവ് മാനിക്കുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര മഹത്വം അങ്ങേക്കായി തരുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.